she do that thing she usually do. Spell my name with the tongue like yeah. And your girlfriend playing dress up in my house. I give your girlfriend cunnilingus on my couch. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇത് ന്യൂ ഇയറിൻ്റെ വ്ളോഗാണ് കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ നമ്മൾ റെസ്റ്റോറൻറ്റിൽ പോയിട്ട് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ട് അലൈനിലേക്ക് പോകാൻ കേട്ടോ. അലൈനിൽ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഹസ്ബൻഡിൻ്റെ മാമൻ്റെ മോനും ഫാമിലിയൊക്കെ അവിടെയാണ് സ്റ്റേ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് കറക്റ്റ് ഒരു 2 hour ഉണ്ട്. ഈ അലൈനിലേക്ക് പോണ ഭാഗമൊക്കെ ചുറ്റും 2 റോഡ് സൈഡ് ഫുള്ള് ഇങ്ങനെ മരുഭൂമി ആയിരിക്കും കേട്ടോ. അപ്പോൾ നല്ല ഭംഗിയാണ് കാണാനായിട്ട്. അപ്പോൾ ഞാൻ കുറച്ച് വീഡിയോസൊക്കെ എടുത്തായിരുന്നു. 2 hour ഉണ്ടല്ലോ. അപ്പോൾ അങ്ങനെ ബോറടിച്ചിരിക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് വീഡിയോ എടുക്കും. അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനുള്ളിൽ ഫുൾ ഒട്ടകങ്ങളാണ്. ഈ ഇതിന് കണ്ടതേ ഉണ്ടാവും. ഒട്ടകങ്ങളങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോകുന്നുണ്ടാവും ഓരോ വണ്ടിയിലും. അപ്പോൾ ഞാൻ ജസ്റ്റ് കണ്ടപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് വീഡിയോ എടുത്താണ്ടോ. കാരണം അങ്ങനെ വിജനമായ വഴികളാണ് ഫുള്ളിങ്ങനെ. കുറേ എടുത്തുമ്പോൾ നമ്മൾ മാത്രം ഉണ്ടാവും. ഇതിപ്പോൾ അപ്പുറത്ത് കൂടെ ഇപ്പുറത്തൊരു വണ്ടിയൊക്കെ പോകുന്നുണ്ട് കേട്ടോ. കണ്ടോ, അപ്പുറത്തും ഇപ്പുറത്തൊക്കെ മരുഭൂമിയായിട്ടുള്ള റോഡ്സാണ്. ഫുള്ള് സ്ട്രെയിറ്റ് റോഡാണ് കേട്ടോ. നല്ല സുഖമായിട്ട് ഓടിക്കാൻ പറ്റും. അപ്പോൾ 2 hour നമുക്ക് അലൈനിലേക്കുള്ളത് കേട്ടോ. അലൈനിൽ ചെന്ന് കഴിഞ്ഞാൽ പിന്നെ ഫുള്ള് നല്ല ഗ്രീനറിയാണ് കേട്ടോ കാണാനായിട്ട്. അലൈൻ എത്തണ ഭാഗമാണത്. പക്ഷെ അലൈൻ എത്തിക്കഴിഞ്ഞാൽ പിന്നെ നല്ല ഒരു പച്ചപ്പും നല്ല ഹരിതാപം എന്നൊക്കെ പറയില്ലേ, ഇതൊക്കെ ഉണ്ടാവും. അലൈൻ എത്തിക്കഴിഞ്ഞാൽ അവരുടെ വീടിൻ്റെ തൊട്ടടുത്തുള്ള സ്ഥലങ്ങളാണ് അതൊക്കെ. അങ്ങനെ നമ്മൾ അവരെയും പിക്ക് ചെയ്തിട്ട് കുറച്ച് നമ്മൾ റെസ്റ്റോറൻറ്റിലേക്കാണ് പോയിട്ടോ ലഞ്ച് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവരൊരു കുട്ടനാടൻ ഗ്രിൽസ് എന്ന് പറഞ്ഞൊരു റെസ്റ്റോറൻ്റ് ഉണ്ട്. അപ്പോൾ നല്ല അടിപൊളി ഫുഡാണെന്ന് പറഞ്ഞിട്ട് നമ്മൾ അവിടേക്ക് പോയി. അങ്ങനെ ഞാൻ ബിരിയാണി പറഞ്ഞു. ബാക്കി എല്ലാവരും മീൽസാണ് കഴിച്ചത്. മക്കളൊക്കെ പൊറോട്ടയും കറിയുമാണ് കഴിച്ചത്. അങ്ങനെ ഞങ്ങൾ എത്തിക്കഴിഞ്ഞപ്പോഴേക്കും അവിടുത്തെ എല്ലാ സംഭവങ്ങളും ഓൾമോസ്റ്റ് ഫിനിഷായിട്ടോ. ലാസ്റ്റ് എനിക്ക് മാത്രമാണ് ഒരു ബിരിയാണി ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ അപ്പോൾ അവരെല്ലാവരും മീൽസ് കഴിച്ചായിരുന്നു. നല്ല ഫുഡായിരുന്നു കേട്ടോ, അടിപൊളി ഫുഡായിരുന്നു. അങ്ങനെ ന്യൂ ഇയറായിട്ട് ലഞ്ചൊക്കെ ഞങ്ങൾ ഒരുമിച്ച് കഴിച്ച്. ഇവരുടെ പേര് പറയാൻ വിട്ടുപോയിട്ടോ. നമ്മുടെ മാമൻ്റെ മോൻ്റെ പേരാണ് ദീപു, ആളുടെ വൈഫാണ് ഗംഗ. അപ്പോൾ നമ്മൾ ഇവിടുന്ന് വേഗം പോവാൻ കേട്ടോ. ഇവിടെ ബൈ ബൈ ഒക്കെ പറഞ്ഞ് വേഗം പോകണത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ഫ്രണ്ട് ഉണ്ടല്ലോ ജിന്നു. അപ്പോൾ ആളുടെ മോളുടെ ബർത്ത്ഡേ ആണ്. ആളുടെ പേര് മീവൽ എന്നാണ് കേട്ടോ. 11th ബർത്ത്ഡേ ആയിരുന്നു ന്യൂ ഇയറായിട്ട്. അപ്പോൾ നമ്മളിങ്ങനെ പോകുമെന്ന് പറഞ്ഞപ്പോൾ അവർ ആഫ്റ്റർനൂൺ മാറ്റിയിട്ട് ഈവനിങ് വെച്ചാണ്, അല്ലെങ്കിൽ നമുക്ക് എത്താൻ പറ്റില്ലല്ലോ. അപ്പോൾ 7 o'clock പാർട്ടി പറഞ്ഞത്. അപ്പോൾ നമ്മളിവിടെ 4:45 പോയി. എന്നാലല്ലേ കറക്റ്റ് 2 hour കൊണ്ട് അവിടെ എത്തുള്ളൂ. 6:45 പോയിക്ക് ഞങ്ങളവിടെ എത്തി. വേഗം ഡ്രസ്സൊക്കെ മാറിയിട്ട് വേഗം പോയി ജിന്നുവിൻ്റെ ബർത്ത്ഡേ പാർട്ടിക്ക്. ഗിഫ്റ്റൊക്കെ ഞങ്ങൾ തലേ ദിവസം തന്നെ മോർണിംഗിൽ വാങ്ങിച്ചു വെച്ചു. അത് കാരണം കൊണ്ട് ഭാഗ്യമല്ലേ. ലാസ്റ്റ് നിമിഷത്തേക്ക് കിടന്ന് ഓടേണ്ട വന്നാണ്. 31st മോർണിംഗിൽ വാങ്ങിച്ചതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈവനിങ് ആകുമ്പോൾ നമുക്ക് ഫയർ വർക്ക്സ് ഒക്കെ കാണാൻ വേണ്ടി പോകാനല്ലോ എന്തായാലും. അപ്പോൾ അത് കാരണം കൊണ്ട് ആ സമയത്തൊരു തിക്കും വേണ്ടെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ നേരത്തെ തന്നെ വാങ്ങിച്ചു വെച്ചു മോർണിംഗിൽ. അത് ഭാഗ്യമായി. കണ്ടോ, ഞാൻ പറഞ്ഞില്ല ലൈനിൽ ഇങ്ങനെ ഇപ്പോൾ വിൻ്റർ ആയിട്ടുണ്ടെങ്കിൽ എല്ലായിടത്തും ഫ്ലവേഴ്സ് വെച്ചിട്ടുണ്ടാവും. പക്ഷേ ഇത് കണ്ട കുറച്ചധികം തന്നെ ഫ്ലവേഴ്സ് ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു. നല്ല ഭംഗിയിൽ. അപ്പോൾ ഞാൻ കണ്ടപ്പോൾ അങ്ങനെ ജസ്റ്റ് വീഡിയോ എടുത്തതാണ്. കണ്ടോ, നല്ല ലാവൻഡർ ഷെയ്ഡിലും വൈറ്റും ഒക്കെ ആയിട്ട്. അപ്പോൾ നമ്മൾ ബർത്ത്ഡേ പാർട്ടിക്ക് പോകാനുണ്ടോ. ഞാൻ അവിടുത്തെ വീഡിയോസൊന്നും അങ്ങനെ എടുത്തിട്ടില്ല. നമ്മൾ അവരുടെ ഫ്ലാറ്റിലേക്ക് പോവുകയാണ്. ഇതാണ് എൻ്റെ കോസ്റ്റ്യൂം കേട്ടോ.